ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മുടെ സുമിത്രയാണെങ്കിലോ ശീതളിനെ പോയി കണ്ടു. ശീതളിനോടുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടും സുമിത്ര പറയുന്നത് തന്റെ അമ്മ പറയുന്ന ആ ഒരു കാര്യങ്ങളൊന്നും കേൾക്കാൻ തന്നെ ശീതള് തയ്യാറാകുന്നേ ഇല്ല. എന്റെ അമ്മേ, എനിക്കറിയാം അമ്മയ്ക്ക് ഞാനും സച്ചിനും കൂടി ജീവിക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള അമ്മയുടെ പുതിയ നമ്പറാണോ എന്ന് ചോദിക്കുകയാണ് ശീതള്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, മോളെ നീ കഴിക്കുന്ന ആ ഒരു ഗുളിക അത് ഗർഭനിരോധന ഗുളിക തന്നെയാണ്. അതുകൊണ്ട് നിന്റെ ഭർത്താവ് നിന്നെ ചതിച്ചുകൊണ്ടാണ് ഈ ഒരു ഗുളിക നിനക്ക് പെയിൻ കില്ലർ ആണ് എന്നും പറഞ്ഞ് തരുന്നത്. ഒന്നുമില്ലേലും നീ MBBS പോയതല്ലേ, അതിന്റെ എന്തെങ്കിലും ഒരു ബോധം നിനക്ക് ഉണ്ടാവണ്ടേന്ന് ചോദിക്കുകയാണ്. അമ്മേ, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചവളാണ് ഞാൻ. എന്നെ ഇങ്ങനെയൊക്കെ പറ്റിക്കാനൊക്കെ പറ്റുമോ? അമ്മ എന്തൊക്കെ പൊട്ടത്തരായി പറയുന്നത്? ആ ഒരു ഗുളികയുടെ ഷേപ്പ് മാറ്റിയൊക്കെ എനിക്ക് തരാന്ന് വെച്ചാല് മോളെ, അമ്മ പറയുന്നത് സത്യമാണ്. അവന്റെ ആ ഒരു സ്വാധീനവും അവന്റെ ആ ഒരു കഴിവും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അവൻ ഇതല്ല, ഇതിനപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യും. നീ അവന്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അമ്മ പറയുന്നത് ഒന്ന് കേട്ട് നോക്കെന്ന് പറയാണ്. അപ്പൊ സുമിത്ര എന്തൊക്കെ പറഞ്ഞിട്ടും ശീതൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. അമ്മ തന്നെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിപ്പിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് തന്നെയാണ് ശീതൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നീട് ഒരു കാര്യവും പറയാതെ നമ്മുടെ സുമിത്രയാണെങ്കിലോ, ഇനി നീ തന്നെ തീരുമാനിക്ക്, നിന്റെ ശരി ഏതാണ് എന്നുള്ളത് നീ കണ്ടെത്തെന്ന് പറയാണ്. അമ്മ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇനി എന്റെ മോള് തീരുമാനം എടുക്കേണ്ടതാണെന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സിദ്ധാർത്ഥൻ വളരെ നിരാശനായിട്ട് സുമിത്രയുടെ വീട്ടിൽ വന്ന് ഇപ്പം നമ്മുടെ അരവിന്ദൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കിനും സുമിത്ര കോമ സ്റ്റേജിലാണ്. സുമിത്രയുടെ ഭർത്താവായിട്ടുള്ള രോഹിത് ആണെങ്കിലും മരണപ്പെട്ടു എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് വളരെ വിഷമിച്ച് അവിടുന്ന് പോരുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ പോരുന്ന വഴി വിശ്വനെ കാണുകയാണ് സിദ്ധാർത്ഥ്. അപ്പൊ എന്തായാലും വിശ്വനെ കണ്ടത് സിദ്ധുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. തന്റെ മകനിലേക്ക് എത്താനുള്ള ആ ഒരു വഴി തന്നെയാണ് വിശ്വൻ. അങ്ങനെ വിശ്വനെ കണ്ടതും വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ പോയി വിശ്വനെ വിളിക്കുകയാണ്. വിശ്വനാണെങ്കിലോ സിദ്ധുവിന്റെ ആ ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കിയത് ഞെട്ടുകയാണ്. ഇത്രയും കാലവും ഈ നാട്ടിൽ ഇല്ലാതിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങ് എത്തിയെന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഏറ്റവും അധികം ഇപ്പൊ പ്രേമ അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബാധിക്കുന്നത് വിശ്വന്റെ കുടുംബത്തിനെ തന്നെയാണല്ലോ. അങ്ങനെ സിദ്ധു വന്ന് വിളിച്ച് വിശ്വനാണെങ്കിൽ സിദ്ധുവിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അല്ല സിദ്ധാർത്ഥ്, നിങ്ങൾ ഇത്രയും കാലം എവിടെ ആയിരുന്നു എന്നുള്ള കാര്യം വിശ്വ തിരക്കുകയാണ്. അപ്പൊ സിദ്ധു പറയുന്നുണ്ട്, ഒന്നും പറയണ്ട വിശ്വം, ഞാൻ വലിയൊരു യാത്രയിലൊക്കെ ആയിരുന്നു. ആരെയും ആ ഒരു സമയത്ത് ആരെക്കുറിച്ചും എനിക്ക് ആ ഒരു സമയത്ത് ചിന്തിക്കാനൊന്നും സാധിച്ചില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം വിശ്വം പറയുന്നുണ്ട്, എന്തായാലും താനിപ്പോ മടങ്ങി വന്നല്ലോ, തന്റെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ താൻ കണ്ടെത്തിയെന്ന് ചോദിക്കുകയാണ്. ഇല്ല, അതാണിപ്പോ ഞാൻ തന്നെ കണ്ടതും ചോദിക്കാൻ വരുന്നത്. എന്റെ മോനിപ്പോ എവിടെയാന്ന് ചോദിക്കുകയാണ്. അപ്പം എന്റെ അനിരുദ്ധ് തന്റെ ഒപ്പം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവൻ എന്നോടൊപ്പം തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് അവനൊന്ന് കാണണം വിശ്വം, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സിദ്ധുവിന്റെ ഈ ഒരു സങ്കടമൊക്കെ കാണുമ്പോഴത്തേക്കിനും വിശ്വന്റെ മനസ്സലിയാണ്. അങ്ങനെ വിശ്വ ആണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥിനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയെയും അരവിന്ദനെയുമാണ്. അപ്പൊ സിദ്ധാർത്ഥൻ വീട്ടിലെത്തിയ കാര്യമൊക്കെ രഞ്ജിതയോട് വലിയ കാര്യത്തിനിരുന്ന് സംസാരിക്കുകയാണ് അരവിന്ദൻ ഇതൊക്കെ പറഞ്ഞതും രഞ്ജിതയാണെങ്കിലോ പേടിച്ച് വരച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്താണ് അരവിന്ദേട്ടാ, ഇതെന്താണ്? നമ്മുടെ പിന്നാലെ ഓരോരുത്തരായിട്ട് പുറപ്പെട്ടു വരികയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അരവിന്ദൻ പറയുന്നുണ്ട്, താൻ അതൊന്നും ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട. അതെ, അവൻ ഇവിടെ വന്ന് സുമിത്രയെ അന്വേഷിച്ചു. സുമിത്രയാണെങ്കിൽ കോമ സ്റ്റേജിലാണെന്നും രോഹിത്തിനെ കുറിച്ച് ചോദിച്ചപ്പം രോഹിത് മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യവും താനും ഞാനുമാണ് ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത് എന്നുമൊക്കെയാണ് ഞാൻ അയാളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുമിത്ര ഇനി അവനെ കണ്ടെത്തുന്നത് വരെ നമുക്ക് ടെൻഷൻ ഇല്ല. പിന്നെ എങ്ങാനും അവര് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോഴല്ലേ നമുക്ക് എന്തായാലും നോക്കാന്ന് പറയുമ്പോഴത്തേക്കിനും രഞ്ജിത ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണോ? അതെന്താ രഞ്ജു നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നിങ്ങളായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആനമണ്ടത്തരമല്ല കയ്യിൽ നിന്ന് വരുള്ളൂ. അതെ, ഞാൻ ഇപ്പൊ കാണിച്ചത് നല്ല ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അത് നിനക്ക് മനസ്സിലായിക്കോളും. അപ്പൊ ഇത്രയും കോൺഫിഡൻസോട് കൂടി അരവിന്ദൻ പറയുമ്പം രഞ്ജിതയ്ക്ക് ഇച്ചിരിയൊക്കെ അങ്ങ് വിശ്വാസമായി. അരവിന്ദേട്ട, ഒരു കാരണവശാലും സിദ്ധാർത്ഥൻ ഇവിടെ വന്നതും സുമിത്രയെ അന്വേഷിച്ച കാര്യവും സുമിത്ര അറിയരുത് കേട്ടോ എന്ന് പറയാണ്. അത് പിന്നെ എന്നോട് പറയാനുണ്ടോ രഞ്ജു? അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞ് രഞ്ജിതയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്.
അപ്പം ഈ സമയമാണെങ്കിലോ നമ്മുടെ സുമിത്ര മടങ്ങി വീട്ടിലെത്തുകയാണ്. അപ്പം വന്ന പാടെ തന്നെ സരസ്വതി അമ്മയുടെ റൂമിലേക്ക് ചെല്ലുമ്പം സരസ്വതി അമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം അമ്മയെ കണ്ടതും സുമിത്ര ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്തു പറ്റി? മോളെ ഒന്നും പറയണ്ടടി, എനിക്ക് ആകെ മൊത്തം ഭയങ്കര സങ്കടമാണെന്ന് പറയാണ്. അപ്പം സരസ്വതി അമ്മ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നത് സുമിത്ര ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം ആർക്ക് എന്ത് പാര വെച്ച് കൊടുക്കണം എന്നുള്ളതിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സരസ്വതി അമ്മയാണ് ഇതാ ചിന്താവിഷ്ടയായ സീതയെ പോലെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. അപ്പൊ സുമിത്രയാണെങ്കിൽ ചോദിക്കുവാണ്, അല്ലമ്മ എന്താ ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും രഞ്ജിത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതാണോ അമ്മയുടെ ഈ ഒരു വിഷമത്തിന് പിന്നില്? മോളെ അതൊന്നും അല്ല മോളെ, ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് സിദ്ധാർത്ഥിന്റെ ഒച്ചയില് സിദ്ധാർത്ഥ് സംസാരിക്കുന്നത് പോലെ ആരോ വന്ന് ഉമ്മറത്ത് വന്നു സംസാരിച്ചു. അപ്പൊ അതെന്റെ മോൻ തന്നെയാണ് എന്ന് എനിക്ക് ശരിക്കും തോന്നി. അരവിന്ദനാണ് എന്തൊക്കെയോ പറഞ്ഞ് അവനെ അവിടുന്ന് വിട്ടത്. പക്ഷെ മോളെ, അമ്മ ഇപ്പോഴും പറയാം, ആ ഒരു ശബ്ദം അതെന്റെ മകൻ്റെത് തന്നെയാണ് എന്നാണ് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അരവിന്ദനെ കണ്ട് സംസാരിക്കാം, അമ്മയുടെ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടുമല്ലോ എന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ ഇതാ അരവിന്ദനെ കാണാൻ ചെല്ലുകയാണ്. അരവിന്ദനെ കാണാൻ ചെന്നതും സുമിത്രയെ കണ്ട പാടെ, ദൈവമേ, ഇനി സിദ്ധാർത്ഥനെ എങ്ങാനും വഴിയിൽ വെച്ച് കണ്ടിട്ടാണോ തന്നെ ചോദ്യം ചെയ്യാൻ ഇനി വരുന്നതെന്ന് ഓർത്ത് ഇവൻ ഇങ്ങനെ പതറി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ അരവിന്ദനോട് സുമിത്ര ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നോന്ന് ചോദിക്കുകയാണ്. സുമിത്രയെ അന്വേഷിച്ച് ആര് വരാനാ ഇവിടെ ആരെങ്കിലും വന്നെന്ന് സുമിത്ര അറിഞ്ഞോന്ന് ചോദിക്കുകയാണ്. അറിഞ്ഞത് കൊണ്ടല്ലേ അരവിന്ദ നിന്നോട് ഞാൻ ചോദിച്ചത്, ആരെങ്കിലും എന്നെ തിരക്കി ഇവിടെ വന്നോ, എന്താണ് സത്യമായിട്ട് പറയാന്ന് പറയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ അരവിന്ദൻ മനസ്സിലായി ഇവൾ എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നതെന്ന്. വന്നായിരുന്നു, ഒരാൾ വന്നായിരുന്നു, ഏതോ ഒരു സിദ്ധാർത്ഥൻ, എനിക്കറിയില്ല സിദ്ധാർത്ഥൻ ഏതാണെന്നുള്ള കാര്യം. പിന്നെ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് അരവിന്ദൻ. അപ്പൊ അരവിന്ദൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും സുമിത്ര പറയാണ്, സിദ്ധു വന്നിട്ട് സരസ്വതി അമ്മയെ കാണാതെയാണോ പോയത്? അതിന് സരസ്വതി അമ്മ ഏതാണെന്നോ നീ ഏതാണെന്നോ ഒന്നും സിദ്ധാർത്ഥൻ വന്ന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്ന് ചോദിച്ചു, രോഹിത്തേട്ടന്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ രോഹിത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിനും അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നെ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അയാൾ എന്നോട് അന്വേഷിച്ചില്ല, അതൊന്നും അങ്ങോട്ട് പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അങ്ങനെ രോഹിത് മരിച്ചുപോയി എന്നുള്ള ആ ഒരു സത്യം അറിഞ്ഞതും അയാൾ ഇവിടുന്ന് പോവുക ചെയ്തതെന്നും പറഞ്ഞ് അരവിന്ദൻ നൈസായിട്ട് അങ്ങ് സ്കൂട്ടാകുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, അയാൾ എവിടെ താമസിക്കുന്നത്, അയാൾ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പം, സുമിത്ര താൻ ഇത് എന്തൊക്കെയായി പറയുന്നത്, ഞാൻ എന്തിനാ അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നതെന്നും പറഞ്ഞ് അരവിന്ദനാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, താൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വീട്ടില് എൻ്റെ ഭർത്താവിനെയും എന്നെയൊക്കെ തിരക്കി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി താൻ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വിശ്വനത് സിദ്ധുവിനെയും കൂട്ടി വിശ്വൻ ദാ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം വീട്ടിലെത്തിയതും ആ ഒരു ബെല്ലടിക്കുന്ന സമയത്ത് ഡോറ് തുറക്കുന്നത് നമ്മുടെ അനിരുദ്ധാണ് കേട്ടോ. അനിരുദ്ധിനെ കണ്ട പാടെ തന്നെ സിദ്ധു ആണെങ്കിൽ ഓടി ഇങ്ങ് ചെല്ലുക. വർഷങ്ങൾക്ക് ശേഷം തന്നെ മകനെ കാണുകയാണല്ലോ. അപ്പൊ അതിന്റെ എല്ലാ സന്തോഷവും നമ്മുടെ സിദ്ധാർത്ഥന്റെ മുഖത്തുണ്ട്. പക്ഷെ അനിരുദ്ധാണെങ്കിലോ തന്നെയും തന്റെ അമ്മയെയും അതുപോലെ തന്നെ തന്റെ മുത്തശ്ശിയും ഒക്കെ ഉപേക്ഷിച്ച് അച്ഛൻ എങ്ങോട്ടൊക്കെയോ നാടുവിട്ട് പോയതാണ്. അത് തങ്ങൾക്ക് എന്ന് കരുതി ജീവിച്ചിരുന്ന ആ ഒരു ശ്രീനിലയം പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പോയത് എന്നുള്ള ആ ഒരു ദുഃഖം നമ്മുടെ അനിരുദ്ധിന്റെ മുഖത്തുണ്ട്. എന്നാലും അനിരുദ്ധ അതൊന്നും അങ്ങ് പ്രകടാക്കുന്നില്ല, ചെറിയൊരു നീരസത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും സിദ്ധാർത്ഥൻ ഓടിപ്പോയി തന്റെ മകനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ കുട്ടി സ്വരമോളും എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്വരയെ കണ്ട പാടെ മോളെ അച്ചച്ചനാണെന്നും പറഞ്ഞ് ഓടിപ്പോയി സ്വരയും എടുത്ത് ഉമ്മ വയ്ക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു പ്രമോ വിശേഷം അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുന്നു. ബൈ.